ഹേ ഗൈസ്, ഞാൻ ആമസോണിൽ നിന്നൊരു ഫേഷ്യൽ കിറ്റ് ഓർഡർ ചെയ്തിട്ടോ. ഇത് ലോട്ടസിൻ്റെ ഹെർബൽ നാച്ചുറൽ ഗ്ലോ സ്കിൻ റേഡിയൻസ് ഫേഷ്യൽ കിറ്റാണ്. നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ ഇതിൻ്റെ അകത്ത് ഒരു 5 കിറ്റാട്ടോ ഉള്ളത്. ഇതിൻ്റെ ബാക്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് അത് നോക്കി ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം മുഖം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാട്ടോ. അപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ലെമൺ പ്യൂർ ആൻഡ് ടർമറിക് ലെമൺ ക്ലെൻസിങ് മിൽക്ക് ആട്ടോ. ഇത് ചെയ്യുന്നത് ഫേസിലെ മേക്കപ്പ് റിമൂവ് ചെയ്യാനും ഒരു ഡീപ്പ് ക്ലെൻസിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ്. 2 മിനിറ്റ് ഫേസിലും നെക്കിലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം കഴുകിക്കളയാം. ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു 3-4 വട്ടം നമുക്ക് യൂസ് ചെയ്യാനുള്ളത് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ എടുത്തപ്പം കുറച്ച് ക്വാണ്ടിറ്റി കൂടിപ്പോയി. നിങ്ങൾ മേടിക്കുമ്പോൾ ക്വാണ്ടിറ്റി കുറച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിനെ കഴുകിക്കളയാം. രണ്ടാമത് ചെയ്യാൻ പോകുന്നത് ഓറഞ്ച് പീൽ ആൻഡ് ആൽപൈൻ സോൾട്ടാണ്. ഇത് നമ്മുടെ സ്കിന്നിലെ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനും പോർസിനെ ഡീപ്പ് ക്ലെൻസ് ചെയ്ത് സ്കിൻ ടൂൺ നല്ല റേഡിയൻ്റ് ഒക്കെ ആക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ 1 മിനിറ്റ് യൂസ് ചെയ്താൽ മതി. ഫേസിലും നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വോയിസ് രാത്രിയാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു നോയ്സ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതില്ലാണ്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. മൈക്ക് ഇല്ലാണ്ട് നോർമൽ വോയിസിലാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതില്ലാണ്ട് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരിക. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ കുഞ്ഞിനെയും കൊണ്ട് പാർലറിൽ മുടി വെട്ടാൻ പോയപ്പം ആ ചേട്ടൻ ഇതേ കണക്ക് ഓഫറുണ്ട് 1000 രൂപയെന്ന് പറഞ്ഞു കേട്ടോ. അന്നേരം പിന്നെ ഞാൻ ആമസോണിൽ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇതിന് 177 രൂപേൻ്റെ റേറ്റ് കിടക്കുന്നത്. എന്നാൽ പിന്നെ മേടിക്കാമെന്ന് പറഞ്ഞ് മേടിച്ചു കേട്ടോ. അപ്പം പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. വാഷ് ചെയ്ത് കളയാം കേട്ടോ. അത് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് അടുത്ത 3-മത്തേന്ന് പറയുന്നത് വീറ്റ് നറിഷിൻ്റെയാണ് ചെയ്യാൻ പോകുന്നത്. വീറ്റ് ഓയിലും ഹണി നറിഷ്മെൻറ്റ് ക്രീമും ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ദിവസവും യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലൊരു ഗ്ലോ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനകത്ത് അശ്വഗന്ധ തുളസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസാണ്. അപ്പം പ്രിമച്ചർ ഏജിങ് ഒക്കെ തടയാൻ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. 10 to 15 മിനിറ്റ് നന്നായിട്ട് വെച്ചാൽ മതി. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പം ഇത് തന്നെ ഇരുന്നങ്ങ് ഉണങ്ങും കേട്ടോ. അപ്പോൾ ഇത് ഫേസിൽ പിന്നെ ഇട്ടെന്ന് പോലും അറിയാത്ത രീതിക്ക് ഉണങ്ങും. അങ്ങനെ ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് കൊണ്ട് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. ഞാൻ ലാസ്റ്റായിട്ട് ഫേഷ്യൽ ചെയ്യുന്നത് എൻ്റെ കല്യാണത്തിൻ്റെ അന്നാട്ടോ. അന്ന് കൊറോണ ടൈം ആയതുകൊണ്ട് പാർലറിൽ പോയി ചെയ്യാൻ പറ്റിയില്ല. വീട്ടിൽ വന്നിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ എന്തായാലും ലോട്ടസിൻ്റെ പ്രോഡക്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എന്തുവാന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ കൂടെ ചെയ്യാനായിട്ട് ആൻറ്റിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ പറഞ്ഞു വാ എൻ്റെ കൂടെ വന്നൊരു വീഡിയോ എടുക്കാൻ വരാൻ പറഞ്ഞപ്പോൾ ഓടി വന്നു കേട്ടോ. എന്തായാലും സാധനം കുറച്ച് അധികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ലാഭമായി. 2 പേർക്ക് യൂസ് ചെയ്തിട്ട് പിന്നെയും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 2 വട്ടം യൂസ് ചെയ്യാനുള്ളത് ഇനിയും ഉണ്ട് അധികമായിട്ട്. അപ്പം ഞാൻ അത് ഉണങ്ങി കഴിഞ്ഞ് കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി 4-മത്തേതെന്ന് പറയുന്നത് ഫ്രിജിനുവേറ്റ് ആണ്. അത് നമ്മുടെ സ്കിൻ നല്ല പെർഫെക്റ്റ് ആക്കാനും റെജുനുവേറ്റ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് പാക്ക് ആട്ടോ. നമ്മുടെ സ്കിന്നിനെ നറിഷ് ചെയ്യാനും ഹൈഡ്രേറ്റിംഗ് സൂത്തിങ് ഒക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് പാക്കാണ്. pH ബാലൻസ്ഡ് ആണ്. ഇത് 20 മിനിറ്റ് ആട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ബാക്കിയെല്ലാം നല്ല മണമായിരുന്നു. പക്ഷേ ഇതിൻ്റെ മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തോ വേറൊരു സ്മെല്ലായിരുന്നു. അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഉണങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫൗണ്ടേഷനൊക്കെ അടിച്ച പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയാണ് ലാസ്റ്റത്തത് നമ്മുടെ കൊക്ക മോയിസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. കൊക്ക ബട്ടർ മോയ്സ്ചറൈസിങ് ലോഷൻ ആട്ടോ. നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് സിൽക്കി ആൻഡ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതെന്തായാലും കഴുകി കളയേണ്ട ആവശ്യമില്ല. നമ്മൾ നോർമലി ലോഷനൊക്കെ മുഖത്ത് പുരട്ടാറില്ലേ, അത് കണക്ക് വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും ജസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി എടുക്കുക. ഞാൻ അന്നേരം അത് അത്രയും എടുത്തിട്ടും പിന്നെ അധികം ഉണ്ടായിരുന്നു കേട്ടോ. ലോഷൻ എടുത്തിട്ട് കുറച്ചും കൂടെ അധികം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും ആദ്യത്തെ ആ ഒരു ഫേസ് വെച്ചിട്ട് ഇപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് എന്തായാലും മനസ്സിലാവും. കുറച്ച് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നോർമലി ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പിറ്റേ ദിവസം ആയിരിക്കുമല്ലോ അതിൻ്റെ റിസൾട്ട് കുറച്ചും കൂടി നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു പ്രോഡക്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഒരു കുഞ്ഞ് സന്തോഷം പറയാനുള്ളത് എനിക്ക് 1K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും മുമ്പോട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.